TCVയുടെ കലോത്സവ സ്റ്റുഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരല്ല, നമ്മൾ 4 പേരാണ്. നമ്മളോടൊപ്പം അതിഥികൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പെർഫോമൻസുകൾക്ക് ശേഷം. അതെ, ഇദ്ദേഹം മിമിക്രി കലാകാരനാണ്. ആൽവിൻ ആന്റണി മത്സരം കഴിഞ്ഞിട്ട് സമ്മാനം മേടിച്ചിട്ടാണ്. അപ്പൊ ആദ്യമേ കൺഗ്രാറ്റുലേഷൻ, അടിപൊളി മിമിക്രിക്കാരൻ. അപ്പൊ നമ്മളിനി അധികം ഏത് സ്കൂള് പറഞ്ഞോ? സെന്റ് ജോസഫ് മതിലകം. ആദ്യമായിട്ടാണോ സ്റ്റേറ്റില്? അതെ, കേരളോത്സവം ആദ്യമാണ്. അപ്പൊ എത്ര നാളായിട്ട് മിമിക്രി ചെയ്യുന്നുണ്ട്? ഞാൻ അങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്യില്ല, വെറുതെ ജസ്റ്റ് വീട്ടിൽ ചെയ്ത് നോക്കാൻ. ആരുടെ അറിയില്ല. ഞാൻ ആദ്യമായിട്ട് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അറിയണത് വീട്ടിൽ മിമിക്രിയും. അപ്പൊ വീട്ടിൽ അതിന് മുന്നേ ചെയ്യുമായിരുന്നോ? ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു, ആർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കൂല. അപ്പോ ഇപ്പൊ ഇന്ന് മത്സരത്തിൽ വിജയിച്ചത് A ഗ്രേഡും നേടി, അതാണ് അടിപൊളി. അപ്പൊ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോണതിന്റെ മുമ്പ് നമുക്ക് വേണ്ടിട്ട് ഒരു പെർഫോം ചെയ്യാൻ പറ്റില്ലേ? ആരുടെ ശബ്ദമാണ്? ദളപതി വിജയരക്കം. ഓ, അടിപൊളി. கிரவுண்ட்ஸ் எல்லாம் ஊழங்குதா, ஆனால் ஆடியன்ஸ் எல்லாம் ஒரு நாள் மட்டும் நான் பார்க்க போகிறேன். കളിപ്പെട്ടിരിക്കുക ആട്ട നായക. തീർച്ചയായിട്ടും. ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് മിക്ക ആർട്ടിസ്റ്റിനും കിട്ടി. അമ്പോ, അപ്പൊ പൊളി. അപ്പൊ എത്ര ആർട്ടിസ്റ്റുകൾ എടുത്തു? ഞാൻ 19 വരെ ചെയ്തു. 19? എന്റെ അമ്മ, അപ്പൊ എത്ര സമയമായിരുന്നു? 5 മിനിറ്റിൽ. 5 മിനിറ്റിൽ 19? എന്റെ അമ്മ, അത് വലിയ റെക്കോർഡാണോ? ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നോ? അല്ല, എടുക്കണവരുണ്ട്, എടുക്കാത്തവരുണ്ട്. ഞാൻ എടുത്തു, എനിക്ക് കിട്ടി. ഓക്കെ, ഇത് അധ്യാപകനാണല്ലേ? അതെ, മാസ്റ്ററാണ്. അപ്പൊ മാസ്റ്റർക്ക് ഞാൻ ഇവനെ മിമിക്രി ട്രെയിൻ ചെയ്യിച്ചിട്ട് ആദ്യമായിട്ട് ജില്ലയിലേക്ക് മത്സരിച്ചപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ശ്രമം നടന്നത്. ഇതിലും വളരെ ഭംഗിയായിട്ട് ചെയ്തു. A ഗ്രേഡ് കിട്ടിയതിൽ വളരെ സന്തോഷം. മാഷക്ക് വേറെ സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ? ഉണ്ട്. ഇവിടെ ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള 2 സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അവരെന്നെ കണ്ടപ്പോൾ വന്നു സംസാരിച്ചു. ആൽവിൻ്റെ പ്രത്യേകത വെച്ചാൽ എനിക്കധികം പണിയെടുക്കേണ്ടി വന്നില്ല. കാരണം അവൻ തന്നെ പ്രയത്നിച്ച് കുറേ സംഭവങ്ങൾ അവൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊരു ഓർഡറാക്കി. അതന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ താരങ്ങളെയാണ് അവൻ അനുകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും അതിൻ്റെ മോഡുലേഷനും ഒക്കെ കുറച്ച് സംഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ഡയലോഗുകൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വ്യത്യാസം പറഞ്ഞു കൊടുത്തു. പിന്നെ കുറച്ച് പഴയ താരങ്ങളും ചെയ്യും. അപ്പം അതിൻ്റെ ഡയലോഗും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് ടൈമിങ് എല്ലാം പെർഫെക്ഷൻ ആയിട്ട് തന്നെ അവൻ ചെയ്തു സ്റ്റേജിലെല്ലാം. എനിക്ക് ഇവന്റെ നസ്ലിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നസ്ലിന്റെ ഒന്ന് കേട്ടു നോക്കാം. അത് നല്ല പെർഫെക്ഷൻ ആയിട്ട് ചെയ്യുന്നതാണ്. ഏത് പണ്ടാറോടവൻ കയറി വന്നപ്പോ ഒരു 5 ഡയലോഗും എനിക്കാണെങ്കിൽ പൊളിച്ചിട്ട് പിന്നെ ഇത് എന്റെ ആവശ്യമായി പോയി. എറിയൊരു നിനക്ക് മറ്റേടയിൽ കൂടി പറയരുതില്ല, ഒരു ഭംഗിക്ക് എനിക്ക് ഇതിനേക്കാൾ നല്ല പണിയെടുക്കണ്ടോന്ന്. അയ്യോ, അത് ചേട്ടാ വളരെ വളരെ മനോഹരമായിട്ട് സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. അല്ല, ആ വേർഡിങ്സ് മാത്രമല്ല, ആ ടൈമിങ്സും നമ്മൾ ആ സംസാരത്തിലുള്ള ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ, അതൊക്കെ തീർച്ചയായിട്ടും വളരെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര നാളത്തെ ഒരു പ്രയത്നമാണ്? അല്ലെങ്കിൽ ഈ മത്സരത്തിന് വരുന്നതിന്റെ മുമ്പ് ഇങ്ങനെ ഒരു ടേസ്റ്റ് ഓൾറെഡി മനസ്സിലുണ്ടാവുമല്ലോ. വീട്ടിലൊക്കെ അപ്പം ആദ്യം ആർട്ടിസ്റ്റുകളെ തന്നെയാണോ എടുത്തോണ്ടിരുന്നത് സൗണ്ട്? ഞാൻ ആദ്യമായിട്ട് ഇത് മിമിക്രി ആയിട്ട് ചെയ്യണ സാറിന് അല്ല 10 പഠിപ്പിച്ചൊരു PT സാർ ഉണ്ടായിരുന്നു. സാധാരണ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. മാഷുമാരെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഒന്ന് കളിയാക്കിയിട്ടായിരിക്കും പതുക്കെ തുടങ്ങുക. അങ്ങനെയായിട്ടല്ല, എന്നാലും തമാശക്ക് അങ്ങനെയാണ് തുടങ്ങണത്. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു ഇമിറ്റേഷൻ ഉണ്ടെന്നുള്ള മനസ്സിലായി. കഴിവന്റെ ഉള്ളിൽ ഉറങ്ങി കിടക്കുകയായിരുന്നു അല്ലേ? 19 പേരെ വെറും 5 മിനിറ്റിനുള്ളിൽ വേദിയിൽ എത്തിക്കാന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ്. അതെ. ഇനി വേറെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമാണ്, ഇപ്പൊ എല്ലാവർക്കും എല്ലാം ഇഷ്ടമായിരിക്കും, പക്ഷെ എന്നാലും പേഴ്സണലി ആസിഫ് അലി. ഓക്കെ, എന്റെ ബോസ് ജാഗ്രതല്ലായിരുന്നു, ഇതൊക്കെ അടിപൊളിയായിരുന്നു. ഏത് പറയാന ബോസ് ജീവിതം കയ്യിൽ പോയി പ്രശ്നം കല്ല് കാട്ടിലടിച്ചു കളിക്കണം. അപ്പൊ എന്തായാലും ആൽവിനെ ഈ രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാസ്റ്ററുടെ കയ്യിൽ തീർച്ചയായിട്ടും വലിയൊരു ടാലന്റ് ഉണ്ട്. വളരെ എളുപ്പത്തിൽ ഇപ്പൊ ശാരിയെ കൊണ്ട് ഒരു ക്യാരക്ടർ വളരെ അല്ല ഇത്രയും സിമ്പിൾ ആയിട്ട് 19 പേരെ പഠിപ്പിച്ചെടുക്കാമെങ്കിൽ ഒരു ക്യാരക്ടർ അതെങ്ങനെയാണ് നമ്മൾ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരാളുടെ വോയിസ് എങ്ങനെ എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതെങ്ങനെയാണ്? അതായത് ഞാൻ കൂടുതലും സ്റ്റേജ് പ്രോഗ്രാം ചെയ്ത് കൂടുതലും സൗണ്ട് എഫക്ട്സ് ഒക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാറുകളെ അനുകരിക്കുന്നതൊക്കെ കുറവാണ്. കാരണം പുതിയ താരങ്ങളൊക്കെ അനുകരിച്ച് വരികയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രലേഖ എന്ന സിനിമയിലെ
ഇന്നസെന്റ് ഏട്ടനും ലാലേട്ടനും കുതിരവട്ടം പപ്പും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ട്, നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുള്ള. അത് തന്നെ, ആ ഡയലോഗ് ഒന്ന് ഞാൻ പറയാം. എൻ്റെ അമ്മേ എനിക്ക് വയ്യ വയ്യ വയ്യ, എടോ കണ്ണി ചോരില്ലാത്തവനെ തനിക്കറിയോ, ഞാൻ 3 ദിവസമായി ഉറങ്ങിയിട്ട്. അതിനെങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ താൻ എൻ്റെ മുമ്പിൽ ഭൂതം പോലെ വന്ന് നിൽക്കല്ലേ, എനിക്ക് വയ്യ, ഞാനെല്ലാം തുറന്നു പറയാൻ പോവാ. അപ്പോൾ കോണ്ടസ കോണ്ടസയിൽ നമ്മൾ ഡെറാഡുള്ള അച്ഛനെ കാണാൻ കോണ്ടസയിൽ നമ്മൾ പോയത്, ബാരി കയറി ബിയറടിച്ചത്. അയ്യോ എനിക്കെല്ലാം ഓർമ്മയുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ല എന്ത് ഈ കോണ്ടാസ നിന്റെ നീ ചാകുമ്പോ നിന്റെ ശവം കൊണ്ടുപോകാൻ ഒരു കോണ്ടാസ കാർ ഞാൻ തരട്ടെ എന്ന് പറഞ്ഞതാ. അത് ഞാൻ ചാവുമ്പോഴല്ലേ, ഇനി നീ ഇവിടെ നിന്നാ നിന്നെ ഞാൻ കൊല്ലും. എടാ പോടാ, എടാ പോവാൻ, എല്ലാവരും ഒന്ന് മാറി നിന്നോ, ഞാൻ മതലിട്ടാ വന്നെ. അടിപൊളിയാണ്. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോയിലുള്ള ഒരു പ്രേക്ഷകർ കണ്ടിട്ട് കൈയടിക്കട്ടെ. നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് മുന്നിലുള്ള ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുത്താല് വളരെയധികം സന്തോഷമായിരിക്കും. താങ്ക് യു. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അല്ല, ഈ ആൽവിന്റെ തുടക്കം പിന്നെ സാറിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞു. സാറിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഈ ഏതൊരു മിമിക്രി കലാകാരൻ്റെയും തുടക്കം എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ സ്കൂളിലെ സാറുമാർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും സ്ഥിരം കാണുന്ന ഏതെങ്കിലും വ്യക്തികൾ. ഞാൻ എൻ്റെ നാട്ടിലെ കുടുംബ യൂണിറ്റിന്റെ, പള്ളിയുടെ പെരുന്നാളിലെ കുടുംബ യൂണിറ്റിന്റെ പരിപാടിക്കൊക്കെയാണ് മിമിക്രിയൊക്കെ ചെയ്ത് തുടങ്ങിയത്. അപ്പം അന്ന് ഞങ്ങളുടെ പള്ളിയിലെ ഒരു വികാരി അച്ഛനുണ്ടായിരുന്നു, അച്ഛൻ്റെ ശബ്ദം അനുകരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബ യൂണിറ്റിന്റെ പ്രോഗ്രാം ആങ്കർ ചെയ്തിരുന്ന ഒരു മാഷുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു പ്രത്യേകതയുള്ള സൗണ്ടായിരുന്നു, അത് അനുകരിച്ചൊക്കെയാണ് ഞാനും തുടങ്ങിയത്. അങ്ങനെ നാട്ടിൽ നിന്ന് പ്രോത്സാഹനം കിട്ടി. പിന്നെ നടന്മാരെ ചെയ്തു തുടങ്ങി. ഞാനും ഒരു 5 മിനിറ്റിൽ 55 നടന്മാരെയൊക്കെ കാണിക്കുമായിരുന്നു. അല്ല, അത് സ്പോട്ട് ഡബിംഗ് ഒക്കെ ആയിട്ട് ചാനലൊക്കെ ചെയ്തിരുന്ന വെച്ചാണ്. പിന്നീട് സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഇപ്പോൾ സ്റ്റാറുകൾ കുറവാണ്, കാരണം ഇപ്പോൾ പുതിയ പിള്ളേരൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ സ്റ്റാറൊക്കെ കുറച്ചിട്ട് തന്നെ നമ്മൾ പിടിച്ചിരിക്കണ്ടേ. തീർച്ചയായിട്ടും. അപ്പോൾ ആൽവിൻ ഈ എ ഗ്രേഡ് നേടി വേറെ ഏതെങ്കിലും കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ടോ? വേറെ ഞാൻ മെഗാഷോയുടെ ഒന്ന് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പള്ളിയിൽ പെരുന്നാളിന്റെ. അല്ലാണ്ട് കലോത്സവത്തിൽ ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. കൂടുതലുള്ള മത്സരാർത്ഥികളുടെ മത്സരങ്ങൾ കണ്ടിരുന്നു, അപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടായിരുന്നു? അതായത് നമ്മളെ പാർട്ടിസിപ്പൻസിന്റെ ഒക്കെ പെർഫോമൻസുകൾ എങ്ങനെയാണ് തോന്നിയത്? അവര് നന്നായിട്ട് ചെയ്തു, നന്നായി. കാരണം എല്ലാവരും ഫസ്റ്റ് കിട്ടിയവരാണല്ലോ, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പക്ഷെ ഒരു കോൺഫിഡന്റും വാശിയും ഉണ്ടായിരുന്നു. താരങ്ങളല്ലാതെ വേറെന്തെങ്കിലും ഇമിറ്റേഷൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് കൂടുതലും ആക്ടേഴ്സ് ആണ് ഞാൻ കൂടുതലും. അതാണ് ഫോക്കസ്, അവിടെയാണ് നമ്മുടെ ടാലന്റ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ അപ്പുറം വേറൊന്നുമില്ല അല്ലേ? പക്ഷെ എനിക്കൊന്ന് പുതിയ താരങ്ങളെ അങ്ങനെ ഇപ്പത്തെ ആളുകൾ ചെയ്യുകയാണെങ്കിലും പഴയ ആളുകളെയാണ് കൂടുതൽ ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് നസ്രിനെ പോലുള്ളവരൊക്കെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ വളരെ ഒറിജിനാലിറ്റിയോട് കൂടിയിട്ട് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഒരു താരത്തിന്റെ ശബ്ദം കൂടെ കേട്ടാലോ? പഴയതാണോ? പഴയത് ഇനി ഒരു പഴയതാവാ അല്ലേ? തീർച്ചയായും. പുതിയ ആൾക്കാരെ നമ്മൾ കേട്ടു. പിള്ളേരൊക്കെ കളി കാണിച്ചതല്ല ആട്ടെ, എന്താ കാണിച്ചത്? കുടിയത് വേണ്ട, ചന്തീതല്ല. അനീഫയുടെ അനീഫയുടെ സൗണ്ട് ഇല്ലാതെ ഒരു ഓർമ്മപ്പെടുത്തൽ തീർച്ചയായിട്ടും. അതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി തീർച്ചയായിട്ടും വേറെ ഏതെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള ശബ്ദങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കാത്ത അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ നടക്കാത്തത് ലാലേട്ടനെയോ? ലാലേട്ടന് നടക്കുന്നില്ലേ? അത് ഓരോരുത്തരുടെ വോയിസിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ലാലേട്ടനെയാണ് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ലാലേട്ടൻ പണിപ്പുരയിലാണ്. അതെ. പക്ഷെ ബാക്കിയുള്ള ഇന്നത്തെ ഈ ഒരു യുവ ജനറേഷനിലുള്ള ആളുകൾ അല്ലെങ്കിൽ ആ സൗണ്ട് ശരിക്കും ഭയങ്കര അത്ഭുതമായി. വെറുതെ അല്ലേ ഗ്രേഡ് കിട്ടിയത് അല്ലേ? എന്തായാലും താങ്ക് യു സോ മച്ച്. ഓഡിയൻസും അതുപോലെ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. പെർഫോം ചെയ്ത സമയത്ത് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ ആർട്ടിസ്റ്റുകൾ വന്ന പോലെയല്ലേ ഇവരുടെ ആ ശബ്ദം കേൾക്കുമ്പോ തന്നെ. എന്തായാലും അടിപൊളി. വീട്ടില് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്. ആരാണ് കുറ്റം പറയുന്ന ആള്? കുറ്റം പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ തിരുത്താൻ പറ്റുക. അമ്മയാണ്. അമ്മമാരെപ്പോഴും അങ്ങനെയാണ്. അല്ല, അമ്മയാണ് കൂടുതലും. ഞാൻ അമ്മ ഇത് ശരിയായ അത് ശരിയായ അമ്മയുടെ അമ്മയാണ് ടീച്ചർ. അപ്പൊ വീട്ടിലെ ടീച്ചർ അമ്മയാണ്, സെക്കൻഡ് ടീച്ചർ. ഓക്കെ. അപ്പൊ എന്തായാലും അടിപൊളി. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും മത്സരങ്ങൾ ഒരുപാട് വേദികളിലും പുതിയ സാധ്യതകളൊക്കെ മുന്നിലേക്ക് വരട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം. ആരുടെയെങ്കിലും ശബ്ദം
എടുത്തുണ്ടോ? പിന്നെ ഞാൻ ഈ നാട്ടിൽ നമ്മുടെ നാട്ടിലെ വളരെ പ്രശസ്തനായ ഒരു വാർത്താവതാരകൻ ബൈജു. ബൈജു ദേവസി എന്ന് പറയുന്ന സ്വന്തം പേര് അതെ. സ്വന്തമായി അങ്ങ് പറയാം. ഇതെന്നെ ശബ്ദം imitate പറ്റാത്ത പണിക്ക് വെറുതെ പോയിട്ട് നാട്ടുകാരുടെ മുൻപിലിട്ട് നാണം കിടാൻ ഞാനില്ലേ. അപ്പൊ എന്തായാലും അതെ നമ്മൾ പറ്റാത്ത പണിക്ക് നമ്മൾ നിൽക്കാൻ അതെ, പ്രത്യേകിച്ച് ലൈവ് ആയതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ജെയ്സനോട് പറഞ്ഞൊന്ന് കട്ട് ചെയ്യാനെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ പല വേദികളിലായിട്ട് വളരെ മനോഹരമായിട്ട് പ്രോഗ്രാമുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.